നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് കോമ്പോസിഷൻ ഓഫ് ബ്ലഡ് ആണ്. ബ്ലഡ് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ രക്തം. അപ്പോൾ രക്തത്തിനകത്ത് നമുക്കറിയാം, രക്തത്തിനകത്ത് ഒരുപാടധികം ആൾക്കാരുണ്ട് അല്ലെ, ഒരുപാടധികം സെൽസ് ഉണ്ട്. അപ്പോൾ ആ സെൽസിനെ പറ്റിയും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റിൽ നമുക്ക് ഹെമറ്റോളജിയിൽ നിന്ന് തുടങ്ങാം. അതായത് നമ്മുടെ സിലബസിനകത്ത് നമ്മുടെ ആ ഒരു ടോപ്പിക് ഹെമറ്റോളജി എന്നാണ് തുടങ്ങിയിരിക്കുന്നത്. എന്താണ് ഹെമറ്റോളജി? എളുപ്പത്തിൽ പഠിക്കാം. എന്താ ഹെമറ്റോളജി? ഹെമറ്റോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡിനെ പറ്റിയും ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിസീസുകളെ പറ്റിയും പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് നമ്മൾ ഹെമറ്റോളജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് റിലേറ്റഡ് ഡിസീസ്. ബ്ലഡ് റിലേറ്റഡ് ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിസീസിന്റെ കോസ് എന്താണ്, അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്, പ്രൊഗ്നോസിസ് എന്താണ്, പ്രിവെൻഷൻ എന്താണ്, ഇതെല്ലാം ഈ ഒരു ഹെമറ്റോളജിയിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഹെമറ്റോളജിയുടെ പിതാവ് ആരാണ്? ഹെമറ്റോളജിയുടെ പിതാവ് വില്യം ഹ്യൂസൺ ആണ്. വില്യം ഹ്യൂസനെയാണ് ഹെമറ്റോളജിയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. ഇനി ഹെമറ്റോളജി ബ്ലഡിന് എങ്ങനെയാ ഹെമറ്റോളജി എന്ന് അല്ലെങ്കിൽ ബ്ലഡ് റിലേറ്റഡ് സ്റ്റഡീസിന് എങ്ങനെയാ ഹെമറ്റോളജി എന്ന് പേര് വന്നത്? ഈ ഹെമറ്റോളജി എന്ന ടേമിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതില് ഹെമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ഹെയ്മയിൽ നിന്നാണ് കിട്ടിയേക്കുന്നത്. ഹെയ്മ എന്ന് വെച്ചാൽ എന്താണ്? ബ്ലഡ് എന്നാണ് അർത്ഥം. അപ്പൊ ലോജി എന്താണ്? ഓൾറെഡി നമുക്കറിയാം, നമ്മളിപ്പോ ഏത് ബയോളജിക്കൽ കാര്യം, ബയോളജി എന്ന് പറയുന്നത് തന്നെ ലോജി ഉണ്ട്. എന്താ ലോജി? ലോജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലാറ്റിൻ വേർഡാണ്. ലോജിയ എന്നാണ് ആ ടേമിന്റെ മീനിങ് വരുന്നത്. അതായത് ദ സ്റ്റഡി ഓഫ് എന്തിനെ പറ്റിയെങ്കിലും നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലോജിയ എന്ന് വിളിക്കും. ഇപ്പൊ നമ്മൾ ക്യാൻസറിനെ പറ്റി പഠിക്കുന്നു, ഓങ്കോളജി എന്ന് പറയാറുണ്ട് അല്ലെ. എല്ലുകളെ പറ്റി പഠിക്കാറുണ്ട്, ഓസ്റ്റിയോളജി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനെ പറ്റിയെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ലോജി വെച്ചിട്ട് പറയും. അപ്പൊ ഹെമറ്റോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബ്ലഡിനെ പറ്റി പഠിക്കുകയാണ്. ബ്ലഡിനെ പറ്റി മാത്രമാണോ? ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിസീസുകളെ പറ്റി നമ്മൾ ഹെമറ്റോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ബ്ലഡിനെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. എന്താണ് ബ്ലഡ്? ബ്ലഡ് ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതായത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ടിഷ്യൂസ് ഉണ്ട്, ഒരുപാട് ഓർഗൻസ് ഉണ്ട്, ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ ഇവയെ തമ്മിലൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്ലഡ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് ബ്ലഡിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പഠിച്ചേ. എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം? ബ്ലഡ്, ഹാർട്ട്, ബ്ലഡ് വെസൽസ് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? സർക്കുലേറ്ററി സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സോ ബ്ലഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. നമ്മുടെ ബോഡിയിൽ ഓവറോൾ ആയിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ സർക്കുലേറ്റ് ചെയ്യുകയാണോ? അല്ല, ഒരു ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. എന്താണ് ആ ഫങ്ഷൻ? നമ്മുടെ ബോഡിയുടെ ഓർഗൻസിനും ഓർഗൻ സിസ്റ്റംസിനും ആവശ്യമായിട്ടുള്ള ഓക്സിജനെയും ന്യൂട്രിയൻസിനെയും എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. എത്തിച്ചാൽ മാത്രം മതിയോ? അവിടെ നിന്ന് ഇപ്പോൾ ഓക്സിജൻ കൊടുക്കുന്നു, നമ്മൾ ബ്രീത്ത് ചെയ്തെടുക്കുന്ന ഓക്സിജൻ ആണല്ലേ, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം യൂസ് ചെയ്ത് ബ്രീത്ത് ചെയ്തെടുക്കുന്ന ഓക്സിജനെയാണ് ബ്ലഡ് ബാക്കിയുള്ള ഓർഗൻസിലേക്കും ടിഷ്യൂസിലേക്കും ഒക്കെ എത്തിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ബാക്കി എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡിനെ കിട്ടും. അതിനെ സ്വീകരിച്ചുകൊണ്ട് വന്നിട്ട് നേരെ ലങ്സിൽ കൊടുക്കുന്നു. ലങ്സ് അത് എക്സ്ഹെയിൽ ചെയ്ത് പുറത്തേക്ക് കളയുന്നു. സോ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മുടെ ബോഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലഡ് ആണെങ്കിൽ എന്താണ്? ഓക്സിജനെ കൊടുക്കുന്നു, ന്യൂട്രിയൻസിനെ കൊടുക്കുന്നു, അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെയും കൊണ്ട് തിരിച്ചു വരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്ലഡ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ ബോഡി വെയ്റ്റിന്റെ 8% ആരാണ്? ഈ ബ്ലഡ് ആണ്. ബ്ലഡിന്റെ ബോഡിയുടെ 8% വെയിറ്റും ആര് കൊണ്ടുപോയി? ബ്ലഡ് കൊണ്ട് പോയി. എന്ത് ചെയ്യാണ്? ഇങ്ങനെ കണക്റ്റീവ് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഒരു അഡൾട്ട് എടുക്കുകയാണെങ്കിൽ, ഫീമെയിലോ മെയിലോ ആയിക്കോട്ടെ, അഡൾട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ബ്ലഡ് കാണും ബോഡിയിൽ? 5 to 6 ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ്. 5 മുതൽ 6 ലിറ്റർ ഓഫ് ബ്ലഡ് ആണ് ഒരു അഡൾട്ടിന്റെ ബോഡിയിൽ കാണുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ബ്ലഡിന്റെ കമ്പോസിഷൻ, എന്തൊക്കെ കൊണ്ടാണ് ബ്ലഡ് നിർമ്മിച്ചിരിക്കുന്നത്, ബ്ലഡിനകത്ത് എന്തൊക്കെ ടൈപ്സ് ഓഫ് സെൽസ് ഒക്കെയാണ് വരുന്നതെന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബ്ലഡ് മേടിതേക്കുന്നത്
പ്രധാനമായിട്ടും പ്ലാസ്മയും ഫോംഡ് എലമെന്റ്സും കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞൻ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ബ്ലഡ് നിർമ്മിച്ചിരിക്കുന്നത് RBC, WBC, പ്ലേറ്റ്ലെറ്റ്, വാട്ടർ ഒക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മൾ കുഞ്ഞിലേ പഠിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ വലുതായില്ലേ, നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ബ്ലഡ് മേടിതേക്കുന്നത് പ്ലാസ്മയും അതുപോലെ ഫോംഡ് എലമെന്റ്സും കൊണ്ടാണ്. ആരൊക്കെയാ ഫോംഡ് എലമെന്റ്സ്? ബ്ലഡിനകത്ത് വരുന്ന ചെറിയ ചെറിയ സെൽസിനെ എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഫോംഡ് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ആരൊക്കെയാ അത്? RBC വരുന്നുണ്ട്, റെഡ് ബ്ലഡ് സെൽസ് വരുന്നുണ്ട്, ദെൻ WBC വരുന്നുണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് വരുന്നുണ്ട്, അതുപോലെ പ്ലേറ്റ്ലെറ്റ്സ് വരുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റിന്റെ വേറൊരു പേരെന്താണ്? ത്രോംബോസൈറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ RBC, WBC, ത്രോംബോസൈറ്റ്സ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ്, ഇവർ 3 പേരുമാണ് നമ്മൾ ഫോംഡ് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിലെ നോക്കിക്കോ, ഈ ഒരു ചാർട്ട് വെച്ച് പഠിക്കാം. ബ്ലഡിന് നമ്മൾ 2 കാര്യങ്ങളാണുള്ളത്. ഏതുണ്ട്? പ്ലാസ്മയും ഉണ്ട്, ഫോംഡ് എലമെന്റ്സും ഉണ്ട്. പ്ലാസ്മ വീണ്ടും പോകുന്നുണ്ട്, ഫോംഡ് എലമെന്റ്സ് വീണ്ടും ആരൊക്കെ നമ്മൾ കണ്ടു? RBC, WBC, പ്ലേറ്റ്ലെറ്റ് കണ്ടു. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റിൽ നമുക്ക് പ്ലാസ്മയെ പറ്റി പഠിക്കാം. അപ്പോൾ പ്ലാസ്മ എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ഫെർദർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് പ്ലാസ്മയുടെ കമ്പോസിഷൻ പഠിക്കണമല്ലോ. അപ്പോൾ കമ്പോസിഷൻ ഓഫ് ബ്ലഡ് പ്ലാസ്മയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും 3 പ്രധാന പാർട്ടുകളാണ് പ്ലാസ്മയ്ക്കുള്ളത്. ഫസ്റ്റ് പ്രോട്ടീൻസ്, ദെൻ വാട്ടർ, ദെൻ അതേഴ്സ്. അപ്പൊ അങ്ങനെ 3 പ്രധാന ഭാഗങ്ങൾ അല്ലെങ്കിൽ പ്രധാന കമ്പോസിഷൻസ് ആണ് ആർക്കുള്ളത്? ബ്ലഡ് പ്ലാസ്മയ്ക്ക് ഉള്ളത്. ഓരോന്നാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ ബ്ലഡ് സാമ്പിൾ എടുക്കുകയാണ്. ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് ബ്ലഡ് സാമ്പിൾ എടുക്കുകയാണ്. ആ ടെസ്റ്റ് ട്യൂബിനകത്തു നിന്നുള്ള ആ ബ്ലഡ് സാമ്പിളിനകത്തു നിന്നുള്ള ഫോംഡ് എലമെന്റ്സിനെ എല്ലാം നമ്മൾ മാറ്റിക്കളഞ്ഞു. ഓക്കെ, എല്ലാ ഫോംഡ് എലമെന്റ്സിനെയും മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു സ്ട്രോക്ക് കളർ ലിക്വിഡ് വരും. അതായത് ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ളൊരു ലിക്വിഡ് പ്രസന്റ് ആയിരിക്കും. ആ ലിക്വിഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്ലഡ് പ്ലാസ്മ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബ്ലഡ് പ്ലാസ്മയുടെ നിറം ചോദിച്ചാൽ എന്താണ്? സ്ട്രോക്ക് കളറാണ്, ഇളം മഞ്ഞ നിറമാണ് ബ്ലഡ് പ്ലാസ്മയ്ക്ക് ഉള്ളത്. അപ്പോൾ ആ ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള ലിക്വിഡിനകത്ത് വീണ്ടും ആരൊക്കെ ഉണ്ട്? പ്രോട്ടീൻസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, അതർ കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ട്. ഓരോന്നായിട്ട് നോക്കാം. ദ കമ്പോസിഷൻ ഓഫ് ബ്ലഡ് പ്ലാസ്മയില് ഫസ്റ്റില് നമ്മൾ പരിഗണന കൊടുക്കേണ്ടത് ആർക്കാണ്? വാട്ടറിനാണ്. കാരണം 91.5% ബ്ലഡ് പ്ലാസ്മയ്ക്കകത്ത് എന്താ ഉള്ളത്? വാട്ടർ ആണുള്ളത്. അപ്പോൾ ബ്ലഡിന്റെ ലിക്വിഡ് പോർഷൻ, അതായത് നമ്മളുടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ ആ ലിക്വിഡ് പോർഷനായിട്ട് വരുന്നത് ആരാണ്? വാട്ടർ ആണ്. അപ്പോൾ വാട്ടർ നമുക്കറിയാം യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്. അപ്പൊ അതേപോലെ തന്നെ ബ്ലഡിനകത്തും സോൾവെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആര് തന്നെയാണ്? വാട്ടർ ആണ്. എന്നിട്ടൊരു സസ്പെൻഡിങ് മീഡിയം ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. സസ്പെൻഡിങ് മീഡിയം എന്താണ്? ഈ പറയുന്ന RBC, WBC, പ്ലേറ്റ്ലെറ്റ് എല്ലാം ഇങ്ങനെ ഒഴുകി നടക്കുകയല്ലേ, ആ ഒഴുകി നടക്കാനായിട്ടുള്ളൊരു മീഡിയം ആയിട്ട് നിൽക്കുന്നതും ആരാണ്? വാട്ടർ ആണ്. അതുപോലെ തന്നെ ബ്ലഡിന്റെ ബാക്കി കമ്പോണൻസിനും സസ്പെൻഡ് ചെയ്ത് ഇങ്ങനെ നടക്കാനായിട്ടുള്ള ഒരു ഹെൽപ്പ് കൊടുക്കുന്ന വാട്ടർ ആണ്. ദെൻ അബ്സോർബ് ചെയ്യുന്നുണ്ട്. എന്തിനെയാണ്? ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഹീറ്റ് റിലീസ് ചെയ്യാൻ സഹായിക്കുന്നതും ആരാണ്? ഈ പറയുന്ന വാട്ടർ ആണ്. അപ്പോൾ ബ്ലഡ് പ്ലാസ്മയിലെ 91% ഉള്ളത് ആരാണ്? വാട്ടർ ആണ്. എന്തൊക്കെ ചെയ്യുന്നുണ്ട്? സോൾവെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, സസ്പെൻഡിങ് മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ്? അബ്സോർബ് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഹീറ്റിനെ റിലീസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ആരാണ്? വാട്ടർ ആണ്. ക്ലിയർ ആണല്ലോ. ദെൻ രണ്ടാമത്തേത് പ്ലാസ്മ പ്രോട്ടീൻ ആണ്. 7% പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ പ്ലാസ്മ പ്രോട്ടീൻസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഒരു കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ കൊടുക്കുക. ഈ കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസിനകത്തൊരു പ്രഷർ കൊടുത്തിട്ട് അതിൽ നിന്ന് ലിക്വിഡിനെ പുറത്തേക്ക് എത്തിക്കുക, പുറത്തുള്ള ലിക്വിഡിനെ അകത്തേക്ക് എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടിയൊക്കെയാണ് ആര് ചെയ്യുന്നത്? പ്ലാസ്മ പ്രോട്ടീൻസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ബ്ലഡിനകത്തുള്ള ഒരു വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, ബ്ലഡ് വോളിയം റെഗുലേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള ഫംഗ്ഷൻ ആണ് ആര് ചെയ്യുന്നത്? പ്ലാസ്മ പ്രോട്ടീൻ ചെയ്യുന്നത്. എത്രയാണ് പ്ലാസ്മ പ്രോട്ടീൻ ഉള്ളത്? 7% പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഉള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ആ പ്ലാസ്മ പ്രോട്ടീൻ എന്ന് അറിയണ്ടേ? പഠിക്കാം. ഫസ്റ്റ് പറഞ്ഞത് ആൽബുമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആൽബുമിൻ കേട്ടിട്ടുണ്ടല്ലോ. പ്ലാസ്മ പ്രോട്ടീനിലെ ഫസ്റ്റ് ആളാണ് ആൽബുമിൻ.
ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ആളും ആരാണ്? ആൽബുമിൻ ആണ്. ന്യൂമറസ് ആണ് ആൽബുമിന്റെ അളവ്. പ്ലാസ്മ പ്രോട്ടീൻസിൽ ആൽബുമിന്റെ അളവ് വളരെ ന്യൂമറസ് ആണ്. എവിടെ നിന്ന് പ്രൊഡ്യൂസ് ആകുന്നു? ലിവറിൽ നിന്ന്, നമ്മുടെ കരളിൽ നിന്ന് പ്രൊഡ്യൂസ് ആകുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ആൽബുമിൻ. എന്നിട്ട് സെവറൽ ഹോർമോൺസിനെയും അതുപോലെ കുറച്ച് ഫ്ലൂയിഡ് ലീക്കിങ്ങും ഒക്കെ തടയാനായിട്ടുള്ള ഫങ്ഷൻസും ആര് ചെയ്യുന്നുണ്ട്? ഈ ഒരു ആൽബുമിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബ്ലഡ് ഹോർമോൺസിനെയും കൊണ്ടൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പൊ ആ ഹോർമോൺസിനെ കൊണ്ട് പോകാൻ സഹായിക്കുന്ന ആരാണ്? ഈ പറയുന്ന ആൽബുമിൻ ആണ്. അപ്പോൾ ഒരുപാട് ഹോർമോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നു. ബ്ലഡ് വെസൽസിൽ നിന്ന് ഫ്ലൂയിഡ് ലീക്കേജ് ഒന്നും ഉണ്ടാകാതിരിക്കാനും ആൽബുമിൻ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തെ പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. ഓക്കെ, അപ്പൊ ആദ്യം ആൽബുമിനെ കണ്ടു, രണ്ടാമത്തേത് ആരാണ്? ഗ്ലോബുലിൻ ആണ്. അപ്പോ ഈ ഗ്ലോബുലിനെ പ്രൊഡ്യൂസ് ചെയ്തത് ലിവർ ആണ്. ആൽബുമിനും ലിവറിൽ നിന്നായിരുന്നു, ഗ്ലോബുലിനും ലിവറിൽ നിന്ന് തന്നെയാണ്. പിന്നെ പ്ലാസ്മ സെൽസും കൂടി ഗ്ലോബുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പ്ലാസ്മ സെൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ലിംഫോസൈറ്റ്സിൽ നിന്നാണ് വരുന്നത്. അതായത് നമ്മുടെ WBCയിൽ വരുന്ന ഒരു ടൈപ്പാണ് ബി ലിംഫോസൈറ്റ്സ്. ഇമ്മ്യൂണിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലിംഫോസൈറ്റ് ആണ് ബി ലിംഫോസൈറ്റ്. അപ്പൊ ആ ബി ലിംഫോസൈറ്റിൽ നിന്നും പ്ലാസ്മ സെൽസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലോബുലിൻസ് പ്രൊഡ്യൂസ് ആകുന്നുണ്ട്. എന്തിനു സഹായിക്കുകയാണ്? നമ്മുടെ അയണിനെയും ലിപ്പിഡിനെയും ഫാറ്റ് സോൾയുബിൾ വൈറ്റമിനെ എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കും? ഗ്ലോബുലിൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഗ്ലോബുലിൻസ് ഉണ്ട്. ആൽഫ ഗ്ലോബുലിനും ഉണ്ട്, ബീറ്റ ഗ്ലോബുലിനും ഉണ്ട്. രണ്ടുപേരും എന്ത് തന്നെയാണ്? അയണും ലിപ്പിഡും ഫാറ്റ് സോൾയുബിൾ വൈറ്റമിനും ഒക്കെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ബി ലിംഫോസൈറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ബി ലിംഫോസൈറ്റിന്റെ നിന്ന് വരുന്ന പ്ലാസ്മ സെൽസിൽ നിന്നാണ് ഈ പറയുന്ന ഗ്ലോബുലിൻ പ്രൊഡ്യൂസ് ആകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ബി ലിംഫോസൈറ്റ് ആന്റിബോഡീസ് ആയിട്ടാണ് ഈ പറയുന്ന ഗ്ലോബുലിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആന്റിബോഡീസ് എന്താ നമുക്കറിയാലോ. ഒരു ഫോറിൻ ബോഡി നമ്മളുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞാൽ അതിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ ആണ് ആർക്കുള്ളത്? ആന്റിബോഡീസിനുള്ളത്. ഒരു ആന്റിജൻ വന്നു കഴിഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആന്റിബോഡി വരും. ആ ആന്റിബോഡീസിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ബി ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ആകുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനൊരു ആന്റിബോഡീസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ക്ലിയർ ആണല്ലോ. അത് ഒരുപാടൊന്നും ചിന്തിക്കേണ്ട, ജസ്റ്റ് അതിന്റെ ഫംഗ്ഷൻ മാത്രം പഠിച്ചോളുക. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പുറകെ വരുന്നുണ്ട്. നെക്സ്റ്റ് ഫൈബ്രിനോജൻ ആണ്. ഫൈബ്രിനോജനും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആര് തന്നെയാണ്? നമ്മുടെ കരൾ തന്നെയാണ്, ലിവർ തന്നെയാണ്. എന്തിനു വേണ്ടി സഹായിക്കും? ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടി സഹായിക്കും. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ രക്തം വാർന്നുകൊണ്ടേയിരിക്കോ? ഇല്ല, കുറച്ച് സമയം കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ആവും. അതിന് സഹായിക്കുന്ന എന്താണ്? ഈ ബ്ലഡ് ക്ലോട്ടിങ്സ് ആണ്. അപ്പൊ ഈ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാൻ വേണ്ടി സഹായിക്കുന്ന പ്രോട്ടീൻ ആണ് ആര്? ഫൈബ്രിനോജൻ. അങ്ങനെ 3 പ്രോട്ടീൻസ് ആണ് പ്ലാസ്മയ്ക്കുള്ളത്: ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. 3ന്റെ ഫംഗ്ഷനും പഠിച്ചോളുക. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് അതർ സൊല്യൂട്ട്സ് ആണ്. അപ്പോൾ വാട്ടർ, പ്രോട്ടീൻസ്, അതർ സൊല്യൂട്ട്സ്, അങ്ങനെയാണ് നമ്മുടെ പ്ലാസ്മയുടെ കമ്പോസിഷൻ വരുന്നത്. ഇനി പഠിക്കാനുള്ളത് അതർ സൊല്യൂട്ട്സ് ആണ്. 1.5% ആണ് അതർ സൊല്യൂട്ട്സ് എവിടെ കാണുന്നത്? ബ്ലഡ് പ്ലാസ്മയ്ക്കുള്ളിൽ കാണുന്നത്. ഏതൊക്കെയാ നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഇലക്ട്രോലൈറ്റ്സ് ആണ്. അപ്പോൾ ഇനോർഗാനിക് സോൾട്ട് ആയിരിക്കും. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്, അതായത് നമ്മുടെ കാറ്റിയോൺസ് കാണും. എക്സാമ്പിൾ ഏതൊക്കെയാണ്? സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, അതുപോലെ കാൽഷ്യം, മെഗ്നീഷ്യം ഉണ്ട്. ഇനി നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആയിട്ടുള്ള ക്ലോറിൻ ഉണ്ട്, അതുപോലെ ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ഉണ്ട്, സൾഫേറ്റ് ഉണ്ട്, ബൈകാർബണേറ്റ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഈ പറയുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അനിയോൺസ് ആണ്. എന്തിനു സഹായിക്കും? ഹെൽപ്പ് മെയിൻറ്റെയിൻ ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ സെൽസിന്റെ എല്ലാം ഫങ്ഷൻസ് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് ആരുള്ളത്? ബ്ലഡ് പ്ലാസ്മയ്ക്കകത്ത് ഇലക്ട്രോലൈറ്റ്സ് ഉള്ളത്. ഇനി അടുത്തത് ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ അതർ സൊല്യൂട്ട്സിൽ വരുന്നതാണ് ന്യൂട്രിയൻസ്. ഈ ന്യൂട്രിയൻസ് എവിടെ നിന്നാണ് ഈ ബ്ലഡിൽ കിട്ടുന്നത്? നമ്മൾ ഫുഡ് കഴിച്ചാൽ മാത്രമേ നമ്മുടെ ബോഡിക്കകത്ത് ന്യൂട്രിയൻസ് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് ദഹിച്ചിട്ട് അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ബ്ലഡ് എന്ത് ചെയ്യും? ബാക്കിയുള്ള സെൽസിന് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഓവറോൾ ആയിട്ട് ന്യൂട്രിയൻസ് എല്ലാം എത്തുന്നത്. അപ്പോൾ ഈ ന്യൂട്രിയൻസ് ആണ് ഈ ഒരു ബ്ലഡ് പ്ലാസ്മയ്ക്കകത്ത് അതർ സൊല്യൂട്ട്സിന്റെ കൂട്ടത്തിൽ കയറിയിരിക്കുന്നത്.
അപ്പൊ അതിൽ തന്നെ ഈ ഒരു ദഹനം നടക്കുന്നത് കൊണ്ട് ഡൈജഷൻ പ്രോസസ്സിന്റെ ഫലമായിട്ട് പ്രോട്ടീൻസ് ഡൈജസ്റ്റ് ചെയ്തിട്ട് ആരുണ്ടാവും? അമിനോ ആസിഡ്സ് ഉണ്ടാവും. പ്രോട്ടീൻസ് സ്പ്ലിറ്റ് ആയാൽ അമിനോ ആസിഡ്സ് ഉണ്ടാവും. ഇനി കാർബോഹൈഡ്രേറ്റ് ആണ് സ്പ്ലിറ്റ് ആവുന്നുണ്ടെങ്കിൽ ആരുണ്ടാവും? ഗ്ലൂക്കോസ് ഉണ്ടാവും. ഇനി ട്രൈഗ്ലിസറൈഡ്സ് ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫാറ്റി ആസിഡ്സും അതുപോലെ ഗ്ലിസറോളും ഫോം ചെയ്യും. പിന്നെ വൈറ്റമിൻസും മിനറൽസും എല്ലാം ഏതിന്റെ കൂട്ടത്തിൽ വരും? ഈ ന്യൂട്രിയൻസിന്റെ കൂട്ടത്തിൽ വരും. ഇതെല്ലാം എവിടെ പ്രസന്റ് ആയിരിക്കും? ബ്ലഡിനകത്ത് പ്രസന്റ് ആയിരിക്കും. ഇനി അതർ സൊല്യൂട്ട്സിൽ അടുത്തത് വരുന്നതാണ് ഗ്യാസസ്. നമുക്കറിയാം നമ്മുടെ ബ്ലഡ് ഇങ്ങനെ ഓക്സിജനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഫംഗ്ഷൻ ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ ബ്ലഡിനകത്ത് ഗ്യാസസ് കാണുന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ ഇവിടെ നമ്മൾ ബ്ലഡ് പ്ലാസ്മയെ പറ്റി പഠിക്കുമ്പോൾ പ്ലാസ്മയ്ക്കകത്തുള്ള ഗ്യാസിനകത്ത് ആര് വരില്ല? ഓക്സിജൻ വരില്ല. ഓക്സിജൻ കൂടുതലും എവിടെയായിരിക്കും? റെഡ് ബ്ലഡ് സെൽസിനകത്തായിരിക്കും കാണുന്നത്. അവിടെ കാണുന്ന ഒരു ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും. കാർബൺ ഡയോക്സൈഡ് പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നൈട്രജനെയും കാണാനായിട്ട് പറ്റും. പക്ഷെ നൈട്രജന് ബോഡിയിൽ അങ്ങനെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെന്നൊന്നും ഇല്ല. നൈട്രജൻ അതിൽ പ്രസന്റ് ആയിരിക്കും, പക്ഷെ പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷൻ, ഇന്ന ഫംഗ്ഷൻ ചെയ്യാൻ നൈട്രജനെയും കൊണ്ട് പോകുന്നു, അങ്ങനെ ഒരു ഫംഗ്ഷൻ നൈട്രജന് ഇല്ല. നെക്സ്റ്റ് റെഗുലേറ്ററി സബ്സ്റ്റൻസുകളാണ്. അപ്പോൾ റെഗുലേറ്ററി സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എൻസൈംസ് വരാം. എൻസൈംസ് നമ്മുടെ ബോഡി സെൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസ് എന്താണ് കെമിക്കൽ റിയാക്ഷൻസിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്ലഡ് പ്ലാസ്മയ്ക്കകത്ത് കാണും. അതുപോലെ തന്നെ ഹോർമോൺസ് കാണും. ഹോർമോൺസ് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻസ് ആ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ ആ എൻഡോക്രൈൻ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതിനകത്ത് കാണും? ഈ ബ്ലഡ് പ്ലാസ്മയ്ക്കകത്ത് കാണും. എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നു ഹോർമോൺസ്? ബോഡിയുടെ മെറ്റബോളിസത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും സഹായിക്കുന്നു. നമുക്ക് നമ്മുടെ ബോഡിയിലെ ഓരോ ഫംഗ്ഷൻ ചെയ്യാൻ, ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ ചെയ്യാൻ, എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ചെയ്യാൻ, ന്യൂറൽ കൺട്രോൾ ചെയ്യാൻ, ഇതിനൊക്കെ നമുക്ക് ഹോർമോൺസ് എല്ലാം വേണം. സോ അതിനാവശ്യമായിട്ടുള്ള ഹോർമോൺസും ഏതിനകത്ത് കാണും? ബ്ലഡ് പ്ലാസ്മയ്ക്കകത്ത് കാണും. ആര് സെക്രീറ്റ് ചെയ്തതാ ഈ ഹോർമോൺസ്? എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്ത ഹോർമോൺസ് ആണ്. അതുപോലെ വൈറ്റമിൻസും കാണും. വൈറ്റമിൻസ് എന്തിനു സഹായിക്കുന്നു? എൻസൈമാറ്റിക് റിയാക്ഷൻസിന് വേണ്ടിയിട്ട് ഒരു കോ ഫാക്ടറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് വൈറ്റമിൻസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വൈറ്റമിൻസും ഏതിനകത്ത് കാണും? ബ്ലഡ് പ്ലാസ്മയ്ക്കകത്ത് കാണും. നെക്സ്റ്റ് പറയുന്നത് വേസ്റ്റ് പ്രോഡക്റ്റുകളാണ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഈ ചെറിയ ചെറിയ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ അതിലുണ്ടാവുമല്ലോ വേസ്റ്റ് പ്രോഡക്റ്റ്. അപ്പൊ ആ വേസ്റ്റ് പ്രോഡക്റ്റുകൾ എലിമിനേറ്റ് ചെയ്ത് കളയണം ഇല്ലേ? അപ്പൊ ആ വേസ്റ്റ് പ്രോഡക്റ്റ് എലിമിനേറ്റ് ചെയ്യാനായിട്ടും ബ്ലഡ് ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ മോസ്റ്റ് ഓഫ് ദി എന്താണ് ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് വരുന്ന പ്രോഡക്റ്റും പ്രോട്ടീൻ മെറ്റബോളിസം വഴി വരുന്നതായിരിക്കും. അപ്പൊ ആ ഒരു പ്രോട്ടീൻ മെറ്റബോളിസം വഴി വരുന്ന ഈ വേസ്റ്റും ആര് കൊണ്ടുപോകും? ബ്ലഡ് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ ബ്ലഡ് പ്ലാസ്മയ്ക്കകത്തായിരിക്കും ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു ബ്ലഡ് പ്ലാസ്മ ഈ വേസ്റ്റ് പ്രോഡക്റ്റിനെ കൊണ്ടുപോയിട്ട് എവിടെയാണ് കൊടുക്കുന്നത്? ഓർഗൻസ് ഓഫ് എക്സ്ക്രീഷനിൽ കൊടുക്കും. പ്രധാനമായിട്ടും എക്സ്ക്രീഷനിൽ പ്രധാന റോളുള്ള ഒരു ഓർഗൻ ആരാണ്? നമ്മുടെ കിഡ്നി ആണല്ലേ. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡ് പോയിട്ട് കിഡ്നിക്കകത്ത് എൻട്രി ചെയ്യും. എന്നിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും? യൂറിൻ ഫോം ചെയ്യും. യൂറിൻ വഴിയാണ് നമ്മുടെ ഈ യൂറിയയും യൂറിക് ആസിഡും കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് എലിമിനേറ്റ് ആയി പോകുന്നത്. അപ്പൊ ആ ഓർഗൻസ് ഓഫ് എക്സ്ക്രീഷനിൽ കൊടുക്കുന്ന വേസ്റ്റ് പ്രോഡക്ട്സിൽ മെയിൻ ആയിട്ട് ആരൊക്കെയാ വരുന്നത്? യൂറിയ വരും, യൂറിക് ആസിഡ് വരും, അതുപോലെ ക്രിയാറ്റിൻ, ക്രിയാറ്റിനിൻ, ബിലിറുബിൻ, അമോണിയ എല്ലാം വരും. ഇതെല്ലാം നമ്മുടെ ബോഡിക്കകത്ത് ഇങ്ങനെ കെട്ടിക്കിടന്നാൽ നമുക്ക് വേറെ വേറെ അസുഖങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രോപ്പർ ആയിട്ട് എലിമിനേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള വേസ്റ്റ് പ്രോഡക്റ്റും ആര് കൊണ്ടുപോകും? ബ്ലഡ് കൊണ്ടുപോകും. ബ്ലഡിനകത്ത് ഏതിനകത്താണ് ഉള്ളത്? ബ്ലഡ് പ്ലാസ്മയ്ക്കകത്താണ് വേസ്റ്റ് പ്രോഡക്റ്റുകൾ കാണുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഫോംഡ് എലമെന്റ്സ് ആണ്. അപ്പൊ ബ്ലഡ് പ്ലാസ്മ കഴിഞ്ഞു, നമ്മൾ വാട്ടർ കണ്ടു, പ്രോട്ടീൻ കണ്ടു, അതുപോലെ അതർ കാര്യങ്ങളും കണ്ടു. നെക്സ്റ്റ് ഫോംഡ് എലമെന്റ്സിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആരെ പറ്റിയിട്ടാണ്? RBCയെ പറ്റിയിട്ടാണ്. റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സ് എന്നൊരു പേരും ഉണ്ട്. ഓക്കെ, അപ്പൊ എറിത്രോസൈറ്റ്സ് എന്ന് കണ്ടു കഴിഞ്ഞാലും ആരാണ്? റെഡ് ബ്ലഡ് സെൽസ് ആണ്. അപ്പോൾ RBC, റെഡ് ബ്ലഡ് സെൽസ്, എറിത്രോസൈറ്റ്സ്. ഇനി വേറൊരു പേരും കൂടെ ഉണ്ട്, റെഡ് ബ്ലഡ് കോർപ്പസെൽസ് എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് കണ്ടാലും ഏതിനെയാണ് മീൻ ചെയ്തത്? നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് RBC ആണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ RBCയുടെ ഒരു നോർമൽ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻസിനകത്ത് ഫീമെയിൽസിലേക്ക് വരുമ്പോൾ
4.8 മില്യൺ പെർ മൈക്രോ ലിറ്റർ ആണ് കാണുന്നത്. 4.8 മില്യൺ പെർ മൈക്രോ ലിറ്റർ ഫീമെയിൽസിൽ കാണും, 4.5 മില്യൺ പെർ മൈക്രോ ലിറ്റർ മെയിൽസിൽ കാണും. അപ്പൊ 0.3 ആർക്ക് കൂടുതലാ? ഫീമെയിൽസിന് കൂടുതലാണ്. അപ്പൊ 4.8 ഫോർ ഫീമെയിൽസും 4.5 എന്ന് മാത്രം പഠിക്കരുത്, 4.5 മില്യൺ പെർ മൈക്രോ ലിറ്റർ ആർക്കും ഉണ്ട്? മെയിൽസിനും ഉണ്ട്. ഇനി അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഡയമീറ്റർ റേഞ്ച് 7 to 8 മൈക്രോമീറ്റർ ആണ്. 7 to 8 മൈക്രോമീറ്റർ ഉള്ള ഡയമീറ്ററോട് കൂടി നിൽക്കുന്ന ഒരു സെല്ലാണ് ആര്? RBC. ഇനി ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ബൈകോൺകേവ് ഡിസ്ക് ആയിട്ടാണ് കാണുന്നത്. രണ്ട് വശത്തും ഒരു കോൺകേവ് ആയിട്ട്, അതാണ് ബൈകോൺകേവ് എന്ന് വിളിച്ചത്. ബൈകോൺകേവ് ഡിസ്ക് ആയിരിക്കും. ന്യൂക്ലിയസ് ഒന്നും ഇല്ല. കാര്യം എന്താ? ഈ ഒരു RBCയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഓക്സിജനെ കൊണ്ട് എല്ലാ സ്ഥലത്തും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ മാക്സിമം ഓക്സിജനെ അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട സെൽ ഓർഗനൽസ് ഒന്നും ആവശ്യമില്ല, ന്യൂക്ലിയസ് ഒന്നും വേണ്ട, സെൽസിനകത്ത് ഓക്സിജൻ മാത്രം മതി എന്ന രീതിയിലാണ് RBC ഉണ്ടായിരിക്കുന്നത്. സോ വിത്തൗട്ട് ന്യൂക്ലിയസ് ആണ് RBC. എത്ര ദിവസമാണ് ആയുസ്? 120 ദിവസമാണ് ആയുസ്. 120 ഡേയ്സിലാണ് നമ്മുടെ RBCs ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ജനിച്ചാൽ 120 ദിവസം കഴിയുമ്പോഴത്തേക്ക് RBC മരിച്ചു പോകും. എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? റെഡ് ബോൺ മാരോയിൽ നിന്നാണ് RBC പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡ്യൂസ് ഫ്രം റെഡ് ബോൺ മാരോ. ഓക്കെ, അപ്പോൾ RBCയുടെ ഷേപ്പ് പറഞ്ഞു, ബൈകോൺകേവ് ആണ്. ഇവിടെ കാണുന്ന പോലെ ബൈകോൺകേവ് ഡിസ്കുകളായിട്ടാണ് RBC കാണുന്നത്. ഇനി എന്താണ് RBCയുടെ ഫംഗ്ഷൻ? RBCയുടെ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RBCക്കകത്ത് ഹീമോഗ്ലോബിൻ ഉണ്ട്. ഈ ഹീമോഗ്ലോബിൻ പോയിട്ട് എന്ത് ചെയ്യും? ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യും, നന്നായിട്ട് കൂട്ടുകൂടി ഓക്സിജനെയും കൊണ്ട് എവിടെ എത്തിക്കും? പല പല ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് എത്തിക്കും. എന്നിട്ട് അവിടെ നിന്നെല്ലാം കാർബൺ ഡയോക്സൈഡിനെയും വഹിച്ചുകൊണ്ട് തിരിച്ച് ലങ്സിൽ വന്നിട്ട് അത് എക്സൈൽ ചെയ്ത് പുറത്തേക്ക് വിടും. നമുക്കറിയാമല്ലോ നമ്മുടെ റെസ്പിറേഷൻ, ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നു. ഈ ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ലങ്സ് തന്നെ ഇരിക്കോ? ഇല്ല, നമ്മുടെ ബോഡി ഓർഗൻസിലെല്ലാം എത്തിക്കണം. ആ എത്തിക്കുന്ന ഫംഗ്ഷനാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് എത്തിക്കുന്നത്? സർക്കുലേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? സർക്കുലേറ്ററി സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് പറയുന്നത് WBCനെ പറ്റിയിട്ടാണ്. അപ്പോൾ WBC എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്, ഇല്ലെങ്കിൽ ല്യൂക്കോസൈറ്റ്സ് എന്നൊരു പേര് WBCക്ക് ഉണ്ട്. അതും അല്ലെങ്കിൽ എന്താണ്? വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ 3 പേര് കണ്ടു കഴിഞ്ഞാലും WBC തന്നെയാണ്. അപ്പോൾ WBCയുടെ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യം. WBC എല്ലാം കൂടി WBC നമുക്ക് 5 ടൈപ്പ് പഠിക്കാനുണ്ട്. ഈ ഒരു സ്ലൈഡിൽ പറയുന്നത് ജനറൽ WBC എന്ന് കേൾക്കുമ്പോൾ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓരോന്നിനെയും സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് അടുത്തടുത്ത സ്ലൈഡുകളിൽ പഠിക്കാം. അപ്പോൾ WBCയുടെ ഒരു നോർമൽ റേഞ്ച് പറയുന്നത് 5000 to 10,000 പെർ മൈക്രോ ലിറ്റർ ഓഫ് ബ്ലഡ് ആണ്. ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ 5000 to 10,000 പെർ മൈക്രോ ലിറ്ററിൽ വേണം WBCയുടെ അളവ് കാണാൻ. ഈ 5000 to 10,000 എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ 5 ടൈപ്സ് ഓഫ് WBCയും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ചില WBCs ഫ്യൂ അവേഴ്സ് മാത്രമേ ജീവിക്കത്തുള്ളൂ, ചില WBCs ഫ്യൂ ഡേയ്സിൽ മാത്രമേ ജീവിക്കുള്ളൂ. പക്ഷേ WBCയുടെ ടൈപ്പ് ആയിട്ടുള്ള T എന്ന് പറഞ്ഞ സൈസ്, അതായത് T ലിംഫോസൈറ്റ്സും മെമ്മറി സെൽസും ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഇയേഴ്സ് ജീവിക്കും. അപ്പോൾ ആ ഒരുപാട് ഇയേഴ്സ് ജീവിക്കും എന്ന മീനിങ് നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ഇതെല്ലാം ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ മെമ്മറി സെൽസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൽ നമ്മൾ വാക്സിൻസ് ഒക്കെ എടുക്കുമല്ലോ, ഈ വാക്സിൻ്റെ ഒക്കെ മെമ്മറി കിടക്കുന്ന ആർക്കാണ്? ഈ പറഞ്ഞ മെമ്മറി സെൽസിനകത്താണ്. അപ്പോൾ പെട്ടെന്ന് ചത്തുപോയാൽ നമുക്ക് അതുകൊണ്ട് ഉപയോഗം ഇല്ലാണ്ടായി പോയില്ലേ. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇയേഴ്സ് അത് ജീവിക്കണം. ഇനി എങ്ങാനും ഒരു ആൻറ്റിജൻ എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക? ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അത് പെട്ടെന്നൊന്നും എന്തോ ഇല്ല, ചത്തുപോകാത്ത WBCs ആണ് WBCസും അതുപോലെ മെമ്മറി സെൽസുകൾ. ഇനി WBCയുടെ ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ്, ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോറിൻ ബോഡി നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക, അതിനെ ചേർത്ത് നിൽക്കുക എന്നുള്ള ഫംഗ്ഷൻ തരുന്ന ആരാണ്? WBC ആണ്. ഇനി ഇൻഫെക്ഷൻ ഏതാണോ അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതും WBC ചെയ്യുന്ന ജോലിയാണ്. ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആര് തന്നെയാണ്? WBCs തന്നെയാണ്. സോ ഓവറോൾ പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി തരുന്ന ആൾക്കാരാണ്, നമ്മളുടെ ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സെൽസ് ആണ് WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്
5 ടൈപ്പ് ഓഫ് WBCs ആണ്. 5 ടൈപ്സ് ഓഫ് WBCs ആണ് ഉള്ളത്. അപ്പോൾ ഓരോന്നും പഠിക്കണം. അപ്പോൾ ഈ 5 ടൈപ്സ് നമുക്ക് 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് കാറ്റഗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ്സ് ആണ്. അതായത് സെൽസ് വരുമ്പോൾ, സെൽസ് ഉണ്ടല്ലോ, ഇതെല്ലാം സെൽസ് ആണല്ലോ, ഈ സെൽസിനകത്തൊക്കെ ഗ്രാന്യൂൾസ് കാണും. മണൽ വാരിയിട്ടതുപോലെ ചെറിയ ചെറിയ ഗ്രാന്യൂൾസ് ഉണ്ട്. അപ്പോൾ ഗ്രാന്യൂൾസ് ഉള്ളവയെ നമ്മൾ ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഏതൊക്കെയാ ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ്സ് നോക്കാം. ഫസ്റ്റ് വന്നത് ന്യൂട്രോഫിൽസ് ആണ്, രണ്ടാമത്തേത് ഈസ്നോഫിൽസ്, മൂന്നാമത്തേത് ബേസോഫിൽസ്. അപ്പൊ ഈ 3 ആൾക്കാർക്കും ന്യൂട്രോഫിൽസ്, ഈസ്നോഫിൽസ്, ബേസോഫിൽസ്, ഇവർക്ക് ബെൻ എന്ന് വിളിക്കാം അല്ലെ. ബേസോഫില്, ഈസ്നോഫില്, ന്യൂട്രോഫിൽ ആകുമ്പോ ബെൻ. ഈ ബെന്നിന് എന്തുണ്ട്? ഗ്രാന്യൂൾസ് ഉണ്ട്. ഗ്രാന്യൂൾസ് ഉള്ളവയാണ് നമ്മൾ ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഗ്രാന്യൂൾസ് ഉള്ളവയാണെങ്കിൽ അടുത്ത കാറ്റഗറി ഏതായിരിക്കും? ഗ്രാന്യൂൾസ് ഇല്ലാത്തവയാണ് എ ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ്സ് ആണ്. അതിനകത്ത് വരുന്ന ആരൊക്കെയാണ്? ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും ആണ് വരുന്നത്. ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും. ഈ ലിംഫോസൈറ്റ്സ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, എന്തായിരുന്നു? പ്രോട്ടീന്റെ കാര്യം പറഞ്ഞപ്പോൾ, ഗ്ലോബുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ലിംഫോസൈറ്റ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നിന്നാണ് ആ ഒരു ലിംഫോസൈറ്റ്സ് കണക്ഷൻ വന്നത്. ഓക്കെ, അപ്പോ എ ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ്സ് ആരൊക്കെയാണ്? ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും ആണ്. ഇനി ഈ ലിംഫോസൈറ്റ്സ് 3 ഉണ്ട്. ഏതൊക്കെയാണ്? T സെൽസ് ഉണ്ട്, B സെൽസ് ഉണ്ട്, നാച്ചുറൽ കില്ലർ സെൽസ് അല്ലെങ്കിൽ NK സെൽസും ഉണ്ട്. അപ്പൊ ഇങ്ങനെ 2 കാറ്റഗറി ആയിട്ട് പഠിച്ചോളുക. ഫസ്റ്റ് ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ്സ്, രണ്ടാമത്തേത് എ ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ്സ്. ഗ്രാനുലാർ ആരായിരുന്നു? ബെൻ ആയിരുന്നു. ബെൻ എന്ന് പറഞ്ഞാല് ബേസോഫിൽ, ഈസ്നോഫിൽ, ന്യൂട്രോഫിൽ, അല്ലെങ്കിൽ ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ. എങ്ങനെയാണോ പഠിക്കാൻ എളുപ്പം അങ്ങനെ പഠിക്കാം. ഓക്കെ, അപ്പൊ ബെൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാനുലാർ ആണെന്ന് ഓർമ്മിക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു, സോറി, പഠിക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞെന്ന് മാത്രം. നെക്സ്റ്റ് എ ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ്സ് ആകുമ്പോൾ ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും ആണ് വരുന്നത്. അപ്പോൾ ഈ WBC നമ്മൾ ആദ്യം ഫസ്റ്റ് തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ ഇത് ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 5,000 to 10,000 ആണ് റേഞ്ച് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ റേഞ്ച് വരുമ്പോൾ ഏതാണ് കൂടുതൽ, ഏതാണ് കുറവ് വരേണ്ടതെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ. അപ്പൊ ആ ഒരു പ്രപ്പോർഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സാധനം പഠിക്കാം. എന്താണ്? റിലേറ്റീവ് പ്രപ്പോർഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു കൊരങ്ങൻ പഴവും കടിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ ഈ കൊരങ്ങൻ പഴം കടിക്കുക എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? WBCയുടെ പ്രപ്പോർഷൻ ആണ് പഠിക്കുന്നത്. അപ്പൊ ഈ കൊരങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ WBC പ്രപ്പോർഷൻ കിട്ടും. എങ്ങനെയാ കിട്ടുന്നത്? അപ്പൊ ഈ കൊരങ്ങനെ നമ്മൾ പഴം കഴിക്കാൻ സമ്മതിക്കാൻ പാടില്ല. ഓക്കെ, പഴം കഴിക്കരുത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. പഴം കഴിക്കൂന്നല്ല, പഴം കഴിക്കരുത് എന്ന് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ നെവർ ലെറ്റ് മങ്കീസ് ഈറ്റ് ബനാനാസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? WBCയുടെ പ്രപ്പോർഷൻ പഠിക്കാൻ പോവുകയാണ്. എങ്ങനെയാ പഠിക്കേണ്ടത്? നെവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രോഫിൽസ് ആണ്. അപ്പോൾ ന്യൂട്രോഫിൽസ് ആണ് മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് ബ്ലഡിൽ കാണുന്ന WBC. അപ്പൊ ന്യൂട്രോഫിൽസ് ഏറ്റവും കൂടുതൽ കാണും. അത് കഴിഞ്ഞ് ആര് കാണും? ലിംഫോസൈറ്റ്സ് കാണും, ദെൻ മോണോസൈറ്റ്, ദെൻ ഈസ്നോഫിൽസ്, ഏറ്റവും അവസാനം ഏറ്റവും കുറച്ചായിട്ട് കാണേണ്ടത് ആരാണ്? ബേസോഫിൽസ് ആണ്. സോ മനസ്സിലായല്ലോ. അപ്പൊ കുരങ്ങന്റെ ഉദ്ദേശം, കുരങ്ങ് എന്തിനാ വന്നത്? WBCയുടെ പ്രപ്പോർഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. നെവർ ലെറ്റ് മങ്കീസ് ഈറ്റ് ബനാനാസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രപ്പോർഷൻ എങ്ങനെയാണ് പോകേണ്ടത്? ന്യൂട്രോഫിൽ കൂടുതൽ, തൊട്ട് താഴെ ലിംഫോസൈറ്റ്സ്, അത് കഴിഞ്ഞ് മോണോസൈറ്റ്സ്, അത് കഴിഞ്ഞ് ഈസ്നോഫിൽസ്, ദെൻ ബേസോഫിൽസ്. അപ്പോൾ നെവർ ലെറ്റ് മങ്കീസ് ഈറ്റ് ബനാനാസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ന്യൂട്രോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്, ഈസ്നോഫിൽ, ബേസോഫിൽ. മറന്നു പോവരുത്, കൊരങ്ങനെ ഓർത്ത് വെച്ചോളാം. നമുക്കിനി ഓരോന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് പറയാൻ പോകുന്നത് ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ്സിലെ ആദ്യത്തെ ആള് ന്യൂട്രോഫിൽസിനെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ന്യൂട്രോഫിൽസ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞു. എത്ര കാണും? 2500 മുതൽ 7000 ന്യൂട്രോഫിൽസ് വരെ മൈക്രോ ലിറ്റർ ഓഫ് ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന ആളാണ് ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ്സിൽ വരുന്ന ന്യൂട്രോഫിൽസ്. ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 10 to 12 മൈക്രോമീറ്റർ ഡയമീറ്റർ ഉള്ളവയാണ് ആര്? ന്യൂട്രോഫിൽസ്. ന്യൂക്ലിയസിന് 2 മുതൽ 5 ലോബുകൾ, അതായത് 5 ലോബുകൾ, ഓരോരോ കമ്പാർട്ട്മെന്റ് പോലെ 2 മുതൽ 5 വരെ ഉള്ളവയായിരിക്കും. അത് കണക്ട് ചെയ്തേക്കുന്നത് തിൻ സ്ട്രാൻഡ്സ് ഓഫ് ക്രോമാറ്റിൻ കൊണ്ടായിരിക്കും. ചെറിയ ക്രോമാറ്റിൻ റെറ്റിക്കുലമില്ലേ, അതിനകത്ത് വരുന്ന ചെറിയ നാര് പോലുള്ള ക്രോമാറ്റിൻ കൊണ്ടായിരിക്കും
ഈ ലോബുകളൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഫിഗർ നോക്കാം. ദാ ഇവിടെ 2 മുതൽ 5 എന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ ഒരു ഫിഗറിനകത്ത് 3 എണ്ണേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 3 ലോബ് ഓഫ് ന്യൂക്ലിയസ് ഉണ്ട്. അത് ദാ ഇവിടെ കണ്ടോ, തിൻ ലോബ് ഓഫ് ക്രൊമാറ്റിൻ കൊണ്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി സൈറ്റോപ്ലാസത്തിലാണെങ്കിൽ നല്ല ഫൈൻ ആയിട്ട് വളരെ തിൻ ആയിട്ടുള്ള ഒരു സൈറ്റോപ്ലാസം ആണുള്ളത്. അവിടെ പെയിലായിട്ട് ലൈലാക്ക് ഗ്രാന്യൂൾസ് കാണും. ചെറിയ ചെറിയ ഗ്രാന്യൂൾസ് ഫോം ചെയ്തിരിക്കും. ആ ഗ്രാന്യൂൾസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവയെ എന്തെന്ന് വിളിച്ചത്? ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ്സ് എന്ന് വിളിച്ചത്. ഇനി ഫങ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫാഗോസൈറ്റോസിസ്, അതായത് മുഴുവനായിട്ട് അങ്ങ് വിഴുങ്ങിക്കളയുക. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോറിൻ ബോഡി ഈ ഒരു നമ്മുടെ ബോഡിക്കകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നേരെ പോയിട്ട് എന്ത് ചെയ്യുക? അതിനെ മൊത്തത്തിൽ എൻഗൾഫ് ചെയ്യുക, വിഴുങ്ങിക്കളയുക എന്നുള്ളതാണ് ഫാഗോസൈറ്റോസിസ് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. ഇനി ബാക്ടീരിയ ഒക്കെയാണ് കയറുന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഡിസ്ട്രക്ട് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള ലൈസോസൈംസും അതുപോലെ ഡിഫെൻസിൻസും സ്ട്രോങ് ഓക്സിഡൻസ് ആയിട്ടുള്ള സൂപ്പർ ഓക്സൈഡ് ആനിയോൺ, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഹൈപ്പോക്ലോറേറ്റ് ആനിയോൺ ഒക്കെ ആരുടെ കയ്യിലുണ്ട്? ന്യൂട്രോഫിൽസിനകത്തുണ്ട്. സോ ഇപ്പൊ അങ്ങ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാന്നും പറഞ്ഞ് ഓരോ ഫോറിൻ ബോഡീസോ ബാക്ടീരിയോസോ ഒക്കെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പ്രയോഗിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാത്തിനും നശിപ്പിച്ച് കളയും. ഓക്കെ, അപ്പോൾ ഒരു ഡിഫെൻസീവ് മെക്കാനിസം തരുന്ന ആളാണ് ആര്? ന്യൂട്രോഫിൽസ്. പ്രധാന ഫംഗ്ഷൻ ഫാഗോസൈറ്റോസിസ് ആണ്. ഡിഫെൻസീവ് മെക്കാനിസം ചെയ്യാനായിട്ട് ആരൊക്കെയുണ്ട്? ലൈസോസൈംസ് ഉണ്ട്, ഡിഫെൻസിൻസ് ഉണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൻസ് ഉണ്ട്. സോ ബാക്ടീരിയ ഒക്കെ കയറി കഴിഞ്ഞാൽ അതിനെ മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ച് കളയും. ഇതാണ് ന്യൂട്രോഫിൽസ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന WBC ആണ് ന്യൂട്രോഫിൽസ്. ഇനി രണ്ടാമത്തേത് ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ്സിലെ ഈസ്നോഫിൽസ് ആണ് വരുന്നത്. മിക്ക ആളുകളും കേട്ടുള്ളൊരു പേരായിരിക്കും ഈസ്നോഫിൽസ്, ഈസ്നോഫീലിയ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഈസ്നോഫിൽസും എന്താണ്? ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ്സ് ആണ്. റേഞ്ച് പറയുന്നത് 30 to 350 സെൽസ് ആണ്. അതായത് നമ്മളിങ്ങനെ എണ്ണാൻ പറ്റും, 30 മുതൽ 350 വരെ ആകാവൂ. അതിൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് തന്നെ ദോഷമായിട്ട് വരും. സോ ഈസ്നോഫിൽസിന്റെ റേഞ്ച് 30 to 350 സെൽസ് ആണ്. അപ്പോൾ ഒരു പെർ മൈക്രോ ലിറ്റർ ആണ് കേട്ടോ. മൈക്രോ ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ 30 മുതൽ 350 വരെ ഈസ്നോഫിൽ ആകാവൂ. ഇനി ക്യാരക്ടറിസ് നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? 10 to 12 മൈക്രോമീറ്ററിലാണ് ഡയമീറ്റർ വരുന്നത്. ന്യൂക്ലിയസിന് സാധാരണ 2 ലോബേ കാണുള്ളൂ. ഈ ഒരു ഫിഗർ നോക്കിക്കോ, 2 ലോബുള്ള ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ. കണക്ട് ചെയ്തേക്കുന്നത് കുറച്ച് തിക്കായിട്ടുള്ള ക്രൊമാറ്റിൻ കൊണ്ടാണ്. ഇവിടെ കുറച്ച് തിക്കായിട്ടുള്ള ക്രൊമാറ്റിൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ആ ഒരു സെൽസിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാന്യൂൾസ് ഉണ്ട്. ഗ്രാന്യൂൾസിന്റെ കളർ എങ്ങനെയാണ്? ലാർജ് ഓറഞ്ച് കളറിൽ, റെഡ് ഓറഞ്ച് കളറിലുള്ള ഗ്രാന്യൂൾസ് ആണ് ആർക്കുള്ളത്? ഈസ്നോഫീലിയയ്ക്ക് ഉള്ളത്. അപ്പൊ സൈറ്റോപ്ലാസ്റ്റിൽ നിറഞ്ഞ് ഗ്രാന്യൂൾസ് ഫോം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, തിക്കായിട്ടുള്ള ക്രൊമാറ്റിൻ ഉണ്ട്, 2 ലോബ്സ് ഉണ്ട്, നല്ല എന്തുണ്ട്? റെഡ് ഓറഞ്ച് കളറിലുള്ള ഗ്രാന്യൂൾസും ആരുടെ ഉള്ളിലുണ്ട്? ഈസ്നോഫിൽസിനകത്തുണ്ട്. ഇനി ഫങ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പാരസൈറ്റ്സ് ഒക്കെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിക്കകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതിനെ എലിമിനേറ്റ് ചെയ്യണം. കാരണം എന്താണ്? വേംസ് ഒക്കെ ആണെങ്കിൽ അങ്ങ് മൊത്തത്തിൽ എൻഗൾഫ് ചെയ്യാൻ പറ്റില്ല, വിഴുങ്ങാൻ പറ്റില്ല. കാരണം ഇവയും കുഞ്ഞു സെൽസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങ് എൻഗൾഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഫാഗോസൈറ്റോസിസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? അതിനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സെൽസ് ആണ് ആര്? ഈസ്നോഫിൽസ്. ഇനി ഫാഗോസൈറ്റ്സ് ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ്. എന്താ സംഭവം? അതായത് നമ്മൾ പറഞ്ഞു, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ആന്റിജൻ കയറി കഴിഞ്ഞാൽ നമ്മൾ WBC ആരെ ഉണ്ടാക്കും? ആന്റിബോഡീസിനെ ഉണ്ടാക്കും. ഈ ആന്റിബോഡീസ് പോയി ആന്റിജനും മറ്റൊരു കോംപ്ലക്സ് ഫോം ചെയ്യും. എന്നിട്ട് അതിനെന്ത് ചെയ്യും? ഇല്ലാണ്ടാക്കി കളയും, ഇല്ലേ? അപ്പൊ ആ ന്യൂട്രലൈസ് ചെയ്തേക്കുന്ന കോംപ്ലക്സ് പിന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകണ്ടേ? ബോഡി തന്നെ ഇങ്ങനെ കടക്കാൻ പാടുണ്ടോ? പാടില്ല. അപ്പൊ അതിനെ എൻഗൾഫ് ചെയ്ത് അതിനെ നശിപ്പിക്കുക എന്നുള്ള ഡ്യൂട്ടി ആരാ ചെയ്യുന്നത്? ഈസ്നോഫിൽസ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹിസ്റ്റമിൻ അലർജിക് റിയാക്ഷൻസ് എല്ലാം കോമ്പാക്ട് ചെയ്ത് നിർത്തുന്നതും ആരാണ്? ഈസ്നോഫിൽസ് ആണ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു അലർജൻ കയറി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കും അല്ലേ? അപ്പൊ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നത് ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. ആ ഹിസ്റ്റമിനെ എല്ലാം നശിപ്പിച്ച് കളയും, അല്ലെങ്കിൽ അതിനെ കോമ്പാക്ട് ചെയ്ത് നിർത്തുന്ന ആരാണ്? ഈസ്നോഫിൽസ് ആണ്. സോ മൊത്തത്തിൽ പറഞ്ഞാൽ ഇവിടെയും ഡിഫെൻസീവ് മെക്കാനിസം തന്നെയാണ് ഈസ്നോഫിൽസ് ചെയ്യുന്നത്. എത്രയാ റേഞ്ച് പറയുന്നത്? 30 to 350 സെൽസ് ആണ് വരുന്നത്.
അടുത്തത് ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ്സിൽ ബേസോഫിൽസ് ആണ് പറയുന്നത്. അപ്പോൾ ബേസോഫിൽസിന്റെ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ 0 to 300 ആണ്. ചില ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 0 ഒന്നും കാണത്തില്ല, ചിലതിൽ 300 ബേസോഫിൽസ് കാണും. പെർ മൈക്രോ ലിറ്റർ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു അളവ് കിട്ടുന്നത്. ഇനി ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? 8 to 10 മൈക്രോമീറ്റർ ഡയമീറ്റർ ആയിരിക്കും. ന്യൂക്ലിയസിന് സാധാരണ 2 ലോബ് ഉണ്ടായിരിക്കും. ലാർജ് സൈറ്റോപ്ലാസ്മിക് ഗ്രാനുൾസ് ആയിരിക്കും. മുന്നേ കണ്ട ന്യൂട്രോഫിൽസിനെ ഈസ്നോഫിൽസിനെ വെച്ച് നോക്കുമ്പോൾ ബേസോഫിൽസിന്റെ ഗ്രാനുൾസ് കുറച്ച് വലുതാണ്. അത് ഡീപ്പ് ബ്ലൂ പർപ്പിൾ കളറിലായിരിക്കും. ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ അറിയാലോ, ബ്ലൂ ആയിട്ടോ അല്ലെങ്കിൽ പർപ്പിൾ കളറിലൊക്കെ ആയിരിക്കും ഈ പറയുന്ന ഗ്രാനുൾസ് കാണുന്നത്. ഫങ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ലിബറേറ്റ് ഹെപ്പാരിൻ. എന്താ ഹെപ്പാരിൻ? ഒരു ആന്റി കൊയാഗുലന്റ് ആണ് ഹെപ്പാരിൻ. ബ്ലഡ് ഒന്നും ക്ലോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്ന ഒരു ആന്റി കൊയാഗുലന്റ് ആണ് ഹെപ്പാരിൻ. അപ്പോൾ ഹെപ്പാരിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ ഹിസ്റ്റമിൻ. ഈ ഹിസ്റ്റമിൻ നമ്മൾ എവിടെ കണ്ടു? നേരത്തെ ഈസ്നോഫിലിന്റെ കാര്യം പറഞ്ഞപ്പോൾ കണ്ടില്ലേ, ഹിസ്റ്റമിനുമായിട്ടൊക്കെ പോരാടി നിൽക്കുമെന്ന്. അപ്പോൾ ആ ഹിസ്റ്റമിനും അതുപോലെ സെറോട്ടോണിനും എല്ലാം ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബേസോഫിൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇൻ കേസ് നമുക്കൊരു അലർജി വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിലുള്ള ഫോറിൻ ബോഡി കയറി നമ്മുടെ ബോഡിയിൽ ഒരു അലർജി വന്നു, അലർജിക് റിയാക്ഷൻ വരുമ്പോൾ ഈ പറയുന്ന ഹെപ്പാരിനെയും ഹിസ്റ്റമിനെയും സെറോട്ടോണിനെയും ഒക്കെ ആര് പ്രൊഡ്യൂസ് ചെയ്യും? ബേസോഫിൽസ് സെക്രീറ്റ് ചെയ്യും, അതിനെ പ്രൊഡ്യൂസ് ചെയ്യും. പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഒരു വലിയ രീതിയിൽ ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആയിരിക്കും നമ്മുടെ ബോഡി തരുന്നത്. നമ്മുടെ ബോഡി പെട്ടെന്ന് കയറി എന്ത് ചെയ്യും? ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഈ ബേസോഫിൽസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 0 to 300 ആണെന്ന് പറഞ്ഞു, 300 മുകളിലേക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താ സൂചിപ്പിക്കുന്നത്? നമ്മുടെ ബോഡിയിൽ സിവിയർ അലർജിക് റിയാക്ഷൻസ് വന്നു കഴിഞ്ഞു. കാരണം ഇത്രയും സാധനങ്ങളെ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസോഫിൽസിന്റെ അളവ് ഇങ്ങനെ കൂടും. ഓക്കെ, അപ്പൊ ഇതാണ് ബേസോഫിൽസിന്റെ ഫംഗ്ഷൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ട 3 WBCയുടെയും ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? നമ്മുടെ ബോഡിക്ക് ഒരു ഡിഫെൻസീവ് മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുക, നമുക്കൊരു ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഫോറിൻ ബോഡീസ് കയറി കഴിഞ്ഞാൽ അപ്പോഴേ നശിപ്പിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എല്ലാ WBCസും ഉള്ളത്. ഇപ്പൊ ഗ്രാനുലാറിൽ 3 കണ്ടു. ഏതൊക്കെയായിരുന്നു? ന്യൂട്രോഫിൽ കണ്ടു, ഈസ്നോഫിൽ കണ്ടു, ബേസോഫിൽ കണ്ടു. നെക്സ്റ്റ് പറയാൻ പോകുന്നത് എ ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ്സ് ആണ്. അതിൽ ആരാ വരുന്നത്? ലിംഫോസൈറ്റ്സ് ആണ് വരുന്നത്. ഇനി ആ ലിംഫോസൈറ്റ്സിനെ വേണം നമ്മൾ 3 ആയിട്ട് പഠിക്കാനായിട്ട്. അപ്പോൾ എ ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ്സിലെ ലിംഫോസൈറ്റ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ന്യൂട്രോഫിൽസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലിംഫോസൈറ്റ്സ് ആണ് നമ്മുടെ ബ്ലഡിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന വൈറ്റ് ബ്ലഡ് സെൽസ്. നമ്മൾ ആ ഓർഡർ പഠിച്ചല്ലോ, എന്തായിരുന്നു? കുരങ്ങൻ നെവർ ലെറ്റ് മങ്കീസ് ഈറ്റ് ബനാന. അപ്പോൾ നെവർ ന്യൂട്രോഫിൽ കഴിഞ്ഞാൽ പിന്നെ ആരാണ്? ലെറ്റ് ആണ്, ലിംഫോസൈറ്റ് ആണ്. അപ്പോൾ ന്യൂട്രോഫിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ലിംഫോസൈറ്റ്സ് ആണ്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഷേപ്പ് പറയുന്നത്? സെൽസ് എല്ലാം സ്പെറിക്കൽ ഇൻ ഷേപ്പ് ആണ്, വിത്ത് ലാർജ് ന്യൂക്ലിയൈ, വലിയ ന്യൂക്ലിയൈ ആയിരിക്കും. പക്ഷെ സൈറ്റോപ്ലാസം എങ്ങനെയായിരിക്കും? വളരെ കുറച്ചായിരിക്കും. അതായത് നമ്മൾ പറയില്ലേ, എന്താണ്, ക്ഷേത്രത്തിനേക്കാളും വലിയ വിഗ്രഹം എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിനേക്കാളും വലിയ, അത്രയും സൈറ്റോപ്ലാസം ചെറുതാണെങ്കിലും വലിയ ന്യൂക്ലിയസ് ആണ് ആർക്കുള്ളത്? ലിംഫോസൈറ്റ്സിനുള്ളത്. നോർമൽ റേഞ്ച് നമുക്ക് ഏജ് അനുസരിച്ച് പഠിക്കണം. അഡൾട്ടിൽ ഒരു റേഞ്ച് ആണ്, ചിൽഡ്രനിൽ ഒരു റേഞ്ച് ആണ്. അഡൾട്ടിന്റെ റേഞ്ച് പറയുന്നത് 10,000 to 4,800 ആണ് മൈക്രോ ലിറ്റർ ഓഫ് ബ്ലഡ് എടുക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ഇനി ചിൽഡ്രനിലേക്ക് വരുമ്പോൾ അത് 3,000 to 9,500 ആ റേഞ്ച് വരുന്നത്. അപ്പൊ 2 റേഞ്ചും അങ്ങനെ പഠിച്ചോളുക. അഡൾട്ട് ആണെങ്കിൽ 1000-നും 4,800-നും ഇടയ്ക്കായിരിക്കും നിൽക്കുന്നത്. കുഞ്ഞുങ്ങളാണെങ്കിൽ 3,000-നും 9,500-നും ഇടയ്ക്കായിരിക്കും. പെർ മൈക്രോ ലിറ്റർ ആണ് കേട്ടോ, പെർ മൈക്രോ ലിറ്ററിലാണ് നമ്മൾ ഇതെല്ലാം നോക്കുന്നത്. ഇനി ലിംഫോസൈറ്റ്സ് പ്രധാനമായിട്ടും 3 ടൈപ്പാണ്. ടി, ബിയും നാച്ചുറൽ കില്ലും. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിരുന്നു. ടി സെൽസ് ഉണ്ട്, ബി സെൽസ് ഉണ്ട്, നാച്ചുറൽ കില്ലർ സെൽസ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ടി ലിംഫോസൈറ്റ് എന്നും ബി ലിംഫോസൈറ്റ്സ് എന്നും ആയിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ ടി സെൽസ്, ബി സെൽസ് എന്ന് പറഞ്ഞാലും മതി. ഇനി ഇതിൽ ഈ ടി സെൽസിന്റെയും ബി സെൽസിന്റെയും കാര്യം പറഞ്ഞാൽ അതൊരു സ്പെസിഫിക് ഇമ്മ്യൂൺ റെസ്പോൺസ് കൊടുക്കുന്നവയായിരിക്കും. ഇന്ന അലർജൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു റെസ്പോൺസ്, ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ഒരു റെസ്പോൺസ്, അങ്ങനെ ഒരു സ്പെസിഫിക് ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കുന്നവരാണ് ടി ലിംഫോസൈറ്റ്സും ബി ലിംഫോസൈറ്റ്സും. പക്ഷെ നാച്ചുറൽ കില്ലർ സെൽസ് അല്ലെങ്കിൽ NK സെൽസിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ആയിരിക്കും. അങ്ങനെ സ്പെസിഫിക് ഒന്നുമില്ല, വന്നു കഴിഞ്ഞാൽ ഞാൻ അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ ഞാൻ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും എന്ന രീതിയിലാണ് നാച്ചുറൽ കില്ലർ സെൽസ് അല്ലെങ്കിൽ NK സെൽസ് നിൽക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫസ്റ്റ് നമുക്ക് ടി ലിംഫോസൈറ്റ്സിനെ പറ്റി പഠിക്കാം. ടി ലിംഫോസൈറ്റ്സിന്റെ പ്രധാന ഫംഗ്ഷൻ എന്താണ്?
ഇൻഫെക്ഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക. T lymphocytes always protect us from infection. ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾ ആരാണ്? T cells ആണ്, അല്ലെങ്കിൽ T lymphocytes ആണ്. അതായത് നമുക്ക് എക്സാമ്പിൾ വെച്ച് പഠിക്കാം. നമ്മൾ ഡെയിലി ലൈഫിൽ എപ്പോഴും നമ്മൾ പുറത്തോക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. പല രീതിയിലുള്ള പത്തോജൻസ് ആയിട്ടും ബാക്ടീരിയ ആയിട്ടും വൈറസ് ആയിട്ടും ഫംഗി ആയിട്ടും ഒക്കെ നമ്മളിങ്ങനെ എക്സ്പോഷർ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ T lymphocytes ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ വീണു പോകും. കാരണം പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് വരും. അപ്പോൾ ഇത്രയും എക്സ്പോഷർ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കിട്ടിയിട്ടും നമ്മുടെ ഉള്ളിൽ ഈ T lymphocytes അല്ലെങ്കിൽ T cells ഉള്ളത് കൊണ്ടാണ് നമുക്കത് പ്രശ്നമായിട്ട് മാറാത്തത്. അപ്പോൾ T lymphocytes ഇല്ലാതെയാണ് നമ്മളെല്ലാം വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതായത് എന്ത് ചെറിയ രീതിയിലുള്ളൊരു എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാലും അപ്പോഴേ ഇൻഫെക്ഷൻസ് വരുന്നു, അപ്പോഴേ കിടപ്പിലാവുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ T lymphocytes അല്ലെങ്കിൽ T cells നമ്മൾ എന്തിനു സഹായിക്കുന്നു? ഇൻഫെക്ഷൻസ് വരുന്നതിൽ നിന്ന് സഹായിക്കുന്നു. ഇനി T cellsന് ഇൻഫെക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള സെൽസിനെയൊക്കെ നശിപ്പിക്കാനൊക്കെ പറ്റും. ഇൻഫെക്ഷൻസ് ഒക്കെ അല്ലേ, ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ വൈപ്പ് ഔട്ട് ചെയ്യാനായിട്ട് ആരെ കൊണ്ട് പറ്റും? T lymphocytes കൊണ്ട് പറ്റും. അതുപോലെ തന്നെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് B lymphocytes ആര് കൊടുക്കും? T lymphocytes കൊടുക്കും. അതായത് ഇപ്പൊ നമ്മുടെ ഉള്ളിലകത്തേക്ക് പത്തോജൻസ് ഒക്കെ കയറിക്കഴിഞ്ഞാൽ B lymphocytes പോയി നശിപ്പിക്കണം. അപ്പൊ ആ B lymphocytes പോയി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നേരെ T lymphocytes ആണ് പോയി പറയുന്നത്. അതായത് നീ പോയി ശരിയാക്കടാന്ന് പറഞ്ഞു വിടുന്നത് ആരാണ്? T lymphocytes ആണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ടാണ്, മെസ്സേജ് അയക്കൊന്നും അല്ല, നേരെ പോയി പറയും. പോയിട്ട് B lymphocytes പറയും പോയി അത് റെഡി ആക്കടാന്ന് പറയുന്ന ആരാണ്? T lymphocytes ആണ്. സോ ഡയറക്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് കൊടുക്കും. B lymphocytesന് ഡയറക്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് കൊടുക്കുന്നത് ആരാണ്? T cells അല്ലെങ്കിൽ T lymphocytes ആണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് B cells ആണ്. അപ്പോൾ T lymphocytes ഇൻഫെക്ഷൻ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. B cells എന്താ ചെയ്യുന്നത്? ആന്റിബോഡീസിനെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്താ ആന്റിബോഡീസ്? നമ്മുടെ ബോഡിയിൽ ഒരു ആന്റിജൻ കയറി കഴിഞ്ഞാൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് ആന്റിബോഡീസ്. അപ്പോൾ B lymphocytesനെ B cells എന്ന് വിളിക്കുന്നു. അതൊരു പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോട്ടീനാണ് ആന്റിബോഡീസ്. അപ്പോൾ ഈ ആന്റിബോഡീസ് പത്തോജൻസിനെ കയറി അങ്ങ് ബൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും പത്തോജൻസ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നേരെ ചെന്നങ്ങ് ബൈൻഡ് ചെയ്യും. ഫോറിൻ സബ്സ്റ്റൻസോ ടോക്സിൻസ് എന്തായാലും അതിനെ കയറി മൊത്തത്തിൽ അങ്ങ് ബൈൻഡ് ചെയ്തിട്ട് അങ്ങ് ന്യൂട്രലൈസ് ചെയ്യും. അതങ്ങ് ഇല്ലാണ്ടാക്കി കളയുന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? B lymphocytesന് ഉള്ളത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആന്റിബോഡീസിന് വൈറസിനെ ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു പ്രശ്നമുള്ള, അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുള്ള ഒരു വൈറസ് വന്നിട്ടുള്ള ഒരു സെൽസ് ആണ്. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന സെൽസ് ഹെൽത്തി ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു അൺഹെൽത്തി സെൽസിൽ നിന്ന് ഹെൽത്തിയിലേക്ക് ആ ഇൻഫെക്ഷൻ വരുന്നതും തടയാനായിട്ട് ആരെ കൊണ്ട് പറ്റും? ഈ B lymphocytesനെ കൊണ്ട് പറ്റും. ഇനി B cellsന് എന്ത് ചെയ്യാനും പറ്റും? ഒരു ഇൻഫെക്റ്റഡ് സെൽസിനെ ബാക്കിയുള്ള സെൽസിനെ നശിപ്പിക്കുന്നത് തടയാനും പറ്റും. സോ എല്ലാ സെൽസിൻ്റെ അടുത്തും പോയി പറയും ഇൻഫെക്ഷൻ സെൽസ് ഇങ്ങനെ വരാൻ ഇതിനു വേണ്ടി വരുന്നുണ്ട്, സോ എല്ലാവരും സജ്ജമായിട്ട് ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് റിക്രൂട്ട് ചെയ്ത് നിർത്താനായിട്ട് ആരെ കൊണ്ട് പറ്റും? B cellsനെ കൊണ്ട് പറ്റും. അപ്പം അതുവഴി നമുക്ക് എന്ത് കിട്ടും? ഇമ്മ്യൂണിറ്റി കിട്ടും. വേറൊരു രീതിയിലുള്ള ഫോറിൻ ബോഡീസോ ഫോറിൻ പാർട്ടിക്കിൾസോ ടോക്സിൻസോ ഒന്നും നമ്മുടെ ബോഡിയിൽ കയറി പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കും? B cells സഹായിക്കും. നെക്സ്റ്റ് നാച്ചുറൽ കില്ലർ സെൽസ് ആണ്, അല്ലെങ്കിൽ NK സെൽസ് ആണ്. അപ്പോൾ NK സെൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ട്യൂമർ സെൽസിനെ ഇല്ലാണ്ടായി കളയാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ആക്ടിവേഷനും ഇല്ല, ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല, ഒരു ട്യൂമർ സെൽസ് ആണെന്നുണ്ടെങ്കിൽ ആ ട്യൂമർ സെൽസിനെ നമ്മൾ ഒന്നും പറയണം. അതായത് ഇപ്പോൾ B lymphocytes ആണെങ്കിൽ പോലും T lymphocytes വന്ന് ഡയറക്റ്റ് മെസ്സേജ് കൊടുക്കുന്നുണ്ട് പോയി നശിപ്പിക്കണമെന്ന്. അങ്ങനെ ഡയറക്റ്റ് മെസ്സേജ് കാര്യങ്ങളൊന്നും NK സെൽസിന് വേണ്ട. അല്ലാണ്ട് തന്നെ ഒരു പ്രയർ ആക്ടിവേഷൻ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ NK സെൽസിന് പോയി ട്യൂമർ സെൽസിനെയൊക്കെ കില്ല് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അതിനെ നാച്ചുറൽ കില്ലിംഗ് എന്ന് പറയുന്നത്. ആരും പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നതൊന്നുമല്ല, സ്വന്തമായിട്ട് പോയി ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഒരു നാച്ചുറൽ കില്ലിംഗ് പോരാഞ്ഞിട്ട് ഈ NK സെൽസിന് സൈറ്റോകൈൻസിനെ സെക്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് IFN ഗാമ, ഇന്റർഫെറോൺ ഗാമ ആണ് IFN ഗാമ. അപ്പൊ ഇന്റർഫെറോൺ ഗാമ, അതുപോലെ തന്നെ TNF ആൽഫ, അതായത് ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ആൽഫ. ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ആൽഫയാണ്
TNF ആൽഫ. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ആൽഫ. അപ്പോൾ ഈ INF ഗാമ എന്നും TNF ആൽഫ എന്നും വിളിക്കുന്ന ഈ സൈറ്റോകൈൻസിനെ എന്തിനാ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ പ്രൊഡ്യൂസ് ചെയ്ത് വിട്ടേക്കുന്ന ഈ സൈറ്റോകൈൻസ് പോയിട്ട് മാക്രോഫേജിലും ഡെൻഡ്രൈറ്റിക് സെൽസിലും ആക്ട് ചെയ്യും. അപ്പൊ എന്താ ഈ മാക്രോഫേജും ഡെൻഡ്രൈറ്റിക് സെൽസും? അതായത് നമ്മുടെ മോണോസൈറ്റ് ഇല്ലേ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന മോണോസൈറ്റ്, ആ മോണോസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്മ്യൂൺ സെൽസ് ആണ് മാക്രോഫേജുകൾ. കുറച്ച് വലിപ്പമുള്ളതാണ്, ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ മോണോസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഏതിൽ വരും? WBC കാറ്റഗറിയിൽ പോകുന്നവയാണ്. അതുപോലെ ഡെൻഡ്രൈറ്റിക് സെൽസ് എന്താണ്? നമ്മുടെ ടിഷ്യൂസിലൊക്കെ പ്രസന്റ് ആയിരിക്കുന്ന ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സെൽസ് തന്നെയാണ്. സോ അതെല്ലാം ഇമ്മ്യൂൺ സെൽസിൽ വരുന്നതാണ്. അപ്പൊ ഈ സൈറ്റോകൈൻസ് പോയിട്ട് ഈ ഇമ്മ്യൂൺ സെൽസിലേക്ക് പോയി ആക്ട് ചെയ്യും. ഇമ്മ്യൂൺ സെൽസിലേക്ക് ആക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ മുഴുവൻ ഒരു ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആര് ചെയ്യുന്നത്? ഈ മൊത്തത്തിൽ WBC ചെയ്യുന്നത്. അത് നാച്ചുറൽ കിൽ സെൽസ് ആയിരിക്കും, ലിംഫോസൈറ്റ്സ് ആണെങ്കിലും ബാക്കി പഠിച്ച WBCs ഒക്കെ ആണെങ്കിലും മൊത്തത്തിലൊരു ഇമ്മ്യൂണിറ്റി തരിക എന്നുള്ള ഫംഗ്ഷനാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എ ഗ്രാനുലാർ ല്യൂക്കോസൈറ്റ്സിൽ അവസാനത്തെ ആളാണ് മോണോസൈറ്റ്. അപ്പോൾ മോണോസൈറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മോണോസൈറ്റിന്റെ റേഞ്ച് വരുന്നത് 200 to 800 മോണോസൈറ്റ്സ് ആണ്. ഒരു മൈക്രോ ലിറ്റർ ഓഫ് ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ 200 മുതൽ 800 മോണോസൈറ്റ്സ് വരെ കാണും. അതിന്റെ ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? 12 to 20 മൈക്രോമീറ്റർ ഡയമീറ്റർ ആണ്. 12 to 20 മൈക്രോമീറ്റർ ഡയമീറ്റർ ഉണ്ടാവുള്ളൂ. ന്യൂക്ലിയസ് കിഡ്നി ഷേപ്പിലായിരിക്കും. കിഡ്നി ഷേപ്പ് എങ്ങനെയാണ്? ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കിഡ്നി ഷേപ്പ്. അപ്പൊ ന്യൂക്ലിയസ് കിഡ്നി ഷേപ്പിൽ കാണുന്നു, അല്ലെങ്കിൽ ഹോഴ്സ് ഷൂ ഷേപ്പിൽ കാണുന്നു. എന്താ ഹോഴ്സ് ഷൂ ഷേപ്പ്? നമ്മൾ ഹോഴ്സ് ഷൂ ഷേപ്പ് മാഗ്നറ്റ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഹോഴ്സ് ഷൂ ഷേപ്പിലായിരിക്കും ആര് കാണുന്നത്? ആ ഒരു മോണോസൈറ്റിന്റെ ന്യൂക്ലിയസ് കാണുന്നത്. സൈറ്റോപ്ലാസം ഒരു ബ്ലൂ ഗ്രേ കളറിലായിരിക്കും. അതുപോലെ തന്നെ ഒരു ഫോമി അപ്പിയറൻസ് ആയിരിക്കും. വളരെ മങ്ങിയ രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു സൈറ്റോപ്ലാസം കാണുന്നത്. ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഒന്നും ആർക്കില്ല? മോണോസൈറ്റ്സിന് ഇല്ല. ഇനി ഫങ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? നേരെ പോയി നമ്മുടെ ഹൈപ്പോതലാമസിൽ ആക്ട് ചെയ്യും. ഹൈപ്പോതലാമസ് എവിടെയുണ്ട്? തലയിലുണ്ട്. ഹൈപ്പോതലാമസിൽ ആക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റൈസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഒരു ഹീമോസ്റ്റാസിസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളാണ് ഹൈപ്പോതലാമസ്. അവിടെ പോയിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ് നമ്മൾ പറയില്ല, നമുക്ക് ഫീവർ വന്നു, പനി വന്നു എന്നൊക്കെ പറയില്ലേ. ഏതെങ്കിലും തരത്തിലുള്ള മൈക്രോബിയൽ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ റൈസ് ആവുന്നതിന് കാരണം എന്താണ്? ഈ മോണോസൈറ്റ് അവിടെ പോയി ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി അതുപോലെ തന്നെ ഗ്ലോബുലിൻസിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്നുണ്ട്. ലിവർ ആണ് ഗ്ലോബുലിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ ലിംഫോസൈറ്റ്സും സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ലിവറിന്റെ പോയിട്ട് ആ ഒരു T ലിംഫോസൈറ്റ്സിന്റെ ഒക്കെ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യിക്കുന്നതൊക്കെ ആരാണ്? ഈ പറയുന്ന മോണോസൈറ്റ്സ് ആണ്. കുറച്ച് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ് ഈ ഒരു മോണോസൈറ്റ്സ്. നെക്സ്റ്റ് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഇപ്പൊ ഫോംഡ് എലമെന്റ്സിൽ ലാസ്റ്റ് ആളാണ് പ്ലേറ്റ്ലെറ്റ്സ്. വേറൊരു പേരെന്താണ്? ത്രോംബോസൈറ്റ്സ് എന്നാണ്. അപ്പൊ ഹ്യൂമൻസിൽ ഈ ഒരു പ്ലേറ്റ്ലെറ്റ്സിന്റെ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ 1,50,000 to 4,50,000, 1,50,000 മുതൽ 4,50,000 പ്ലേറ്റ്ലെറ്റ്സ് വരെ നമുക്ക് ഒരു മൈക്രോ ലിറ്റർ ഓഫ് ബ്ലഡിനകത്ത് കാണാൻ പറ്റും. ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? 2 to 3 മൈക്രോമീറ്റർ ഡയമീറ്റർ ആണ്. അതുപോലെ തന്നെ ഒരു 5 മുതൽ 9 ദിവസം വരെയൊക്കെയാണ് ജീവിക്കുന്നത്. ന്യൂക്ലിയസ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ വെസിക്കിൾസ് ഉണ്ട്. കുറച്ച് കമ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ആർക്കുണ്ട്? ത്രോംബോസൈറ്റ്സിനകത്ത് ഉണ്ട്. ഇനി ഫങ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്യുക. എവിടെയെങ്കിലും മുറിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അവിടെ ഒരു ക്ലോട്ട് ഫോർമേഷനും അതുപോലെ വാസ്കുലാർ സ്പാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസ് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്യില്ല, ഇങ്ങനെ പ്രഷർ കൊടുത്ത് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ വാസ്കുലാർ സ്പാസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു കോമ്പോസിഷൻ ഓഫ് ബ്ലഡിന്റെ ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും പുതിയൊരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.